ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് സങ്കീർത്തനം 108 ശത്രുവിനെതിരെ സഹായം. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു, ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവെ, ജനതയുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങേക്ക് സ്തോത്രങ്ങൾ ആലപിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളെ ഉമുത്തുന്നു. ദൈവമേ, ആകാശത്തിനുമേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ. അങ്ങു സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. വലതുകൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വച്ച് വാഗ്ദാനം ചെയ്തു, ജയാഘോഷത്തോടെ ഞാൻ ഷെക്കേമിനെ വിഭജിക്കും, സുക്കേത്ത് താഴ്വരയെ അളന്നു തരിക്കും. ഗിലായദ് എനിക്കുള്ളതാണ്, മനസ്സയെയും എൻ്റേതാണ്. എഫ്രായിം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മേവാബ് എൻ്റെ ക്ഷളനപാത്രം, ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം വയ്ക്കുന്നു. ഫലിസ്ത്യ ദേശത്ത് ഞാൻ ജയഭേരി മുഴക്കുന്നു. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്തു നീങ്ങുന്നില്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മിതിക്കാൻ പോകുന്നത്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.